ദേ ഈ കാണുന്ന മലയുടെ അകത്തേക്ക് നമുക്കൊന്ന് പോയാലോ? കാണുമ്പോൾ സാധാരണ ഒരു മലനിര, പക്ഷേ ഇതിനകത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഒരു അത്ഭുത കലവറയാണ്. ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാകാം. മലയുടെ ഉള്ളിലേക്ക് പോകാനുള്ള ടിക്കറ്റും എടുത്ത് ഞങ്ങൾ ഒരു ഗ്രൂപ്പായി കുറച്ചു ദൂരം നടന്നു. പിന്നീട് ഒരു ബസ്സിൽ കയറി, ബസ്സിറങ്ങി വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. എൻട്രൻസിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ ഗൈഡ് മൈക്കിൾ ഞങ്ങളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മനുഷ്യനിർമ്മിതമായ ഒരു തുരങ്കത്തിലൂടെ അകത്തെന്തായിരിക്കാം എന്നുള്ള ആകാംക്ഷയോടെ നടന്ന ഞങ്ങളെ കാത്തിരുന്നത് പ്രകൃതിയുടെ മായാജാലം മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു കാട്ടുന്ന ഒരു അത്ഭുത ലോകമായിരുന്നു. അതെ, ഇതാണ് ഇറ്റലിയിലെ മാർക്കെ എന്ന സംസ്ഥാനത്തിലെ ജെങ്ക എന്ന സ്ഥലത്തിനടുത്തുള്ള ഫ്രസാസി കേവ്സ്. യൂറോപ്പിലെ ഏറ്റവും വിസ്മയകരമായ കരസ്റ്റ് ഗുഹാസമൂഹങ്ങളിൽ ഒന്നാണിത്. ഇത് കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ പാറകളിൽ വെള്ളത്തുള്ളികൾ വീണ് ആയിരക്കണക്കിന് വർഷങ്ങളെടുത്ത് രൂപപ്പെട്ട അത്ഭുത പ്രതിഭാസമാണ്. വളരെ ലളിതമായ ഉദാഹരണത്തിൽ പറഞ്ഞാൽ, നമ്മൾ മെഴുകുതിരി കത്തിക്കുമ്പോൾ അതിലെ മെഴുക് ഉരുകി മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും പല രൂപങ്ങളിൽ രൂപമാറ്റം സംഭവിക്കുന്നത് പോലെ വളരെ പ്രകൃതിദത്തമായി വർഷങ്ങളെടുത്ത് രൂപമാറ്റം സംഭവിച്ച ഒരു അതിശയ ലോകമാണിത്. ഇരുമ്പിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഈ രൂപങ്ങൾക്ക് ചുവപ്പ് കലർന്ന നിറവും വെറും കാൽസ്യം കാർബണേറ്റ് മാത്രമുള്ളിടത്ത് തൂവെള്ള നിറവുമാണ്. 1948 ഒരു കർഷകനാണ് ഈ കേവിൻ്റെ ആദ്യ എൻട്രൻസ് കണ്ടുപിടിക്കുന്നത്. 1971 പൂർണ്ണമായും കണ്ടുപിടിക്കപ്പെട്ട ഈ ഗുഹാസമുച്ചയത്തിൽ കേവ് ഓഫ് ബാറ്റ്സ്, ഗ്രേറ്റ് കേവ് ഓഫ് വിൻഡ്, അങ്കോണ അബീസ്, റൂം ഓഫ് ദി കാൻഡിൽസ്, റൂം ഓഫ് ദി ഇൻഫിനിറ്റ് എന്നീ പേരുകളിലുള്ള 5 റൂമുകളാണ് സന്ദർശകർക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഗൈഡഡ് ടൂറാണ് ഈ മായാ കാഴ്ചകൾ കാണാനായി ഉള്ളത്. ഇനിയും അവസരം കിട്ടിയാൽ വരാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ തൃപ്തിയോടെ ഞങ്ങൾ ഫ്രസാസി കേവ്സിനോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി.